മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനിയും ചെസ് നമ്പർ കിട്ടാത്തവർ ദയവായി ചെസ് നമ്പർ മേടിച്ച് നിങ്ങളുടെ മത്സര വേദികളിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ പ്രത്യേക അറിവുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാത്തവരവിടെ എത്തിച്ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു നല്ല ഓളമല്ലേ അത്? അടിപൊളി. സത്യം പറഞ്ഞുണ്ടല്ലോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കരുതുക. എന്തുവാ? കാരണം 600 പേർക്കെല്ലാം നമ്മൾ ഈ സദ്യ വിളമ്പുന്നത് ഭയങ്കര ഒരു ഭാഗ്യ. അത് സ്കൂൾ പിള്ളേർക്ക്. പിന്നെ അല്ലേ? പിന്നെ അളിയന് വേറൊരു ഭാഗ്യം കൂടെ ഉണ്ടായി. എന്താ ആദ്യമായിട്ട് സ്കൂൾ വരാതെ കാണാൻ പറ്റില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ അളിയാ? നീ എനിക്കിട്ട് ഉണ്ടാക്കാതെ നിന്നോട് പറഞ്ഞതാണ് നീ ഉണ്ടാക്കുക. ഞാൻ എന്തോ ഉണ്ടാക്കണം പറ. അല്ലളിയെ ഇതെന്തോന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എന്തോ ഇത്? അത് ഉപ്പുമാവ്. ഉപ്പുമാവാ? പിന്നെ അല്ല, ഇന്ന് വൈകുന്നേരം പിള്ളേർ. ഇത് റവയെക്കാളും കൂടുതൽ കടുകുണ്ടല്ലോ അളിയാ. മൊത്തം കടുകല്ലേ? അയ്യോ, അതെന്നാ സംഭവിച്ചെന്നറിയോ? അത് റവ ശക്കലം പഴകിയതായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ചെള്ളു കിടന്ന് അത് വിജയാക്കേണ്ട കാര്യം. ഇതൊന്നും കണ്ടാക്കുമെന്ന് കാണല്ലേ. എടാ, ഏതായാലും ഇറച്ചിയും മീനും ഒക്കെ അല്ലേ കൊടുക്കുന്നത്. ഇതൊക്കെ അതിന് കൂടെ അങ്ങ് പൊക്കോളും. അളിയ, നമ്മളെ ഈ ആഹാരം സ്കൂൾ കുട്ടികൾ കൊടുക്കുന്ന വളരെ അഴിമതിയല്ലേ അളിയ? നമ്മളെന്തോ അഴിമതി കാണിക്കുന്നു. അപ്പൊ ജഡ്ജസ് കാണിക്കുന്ന അഴിമതിയോ? അതിലൊന്നും വലിയ കഥയില്ല. നീ വെച്ച് കീറടാ ഇങ്ങോട്ട്. അഴിമതി അല്ല. അഴിമതി അതൊക്കെ പോട്ടെ. നമ്മളെ ഇവിടുത്തെ കണ്ടറാക്ക ഇവിടെ പുതിയ ഇടം. ഈ പുള്ളിയുടെ സ്ഥിരം പരിപാടി ഇത്. ഒരിടത്ത് വരെ ഏതെങ്കിലും ഒരു പരിപാടി ഒരു പിടിക്കുകയും ചെയ്യും. എവിടെയെങ്കിലും ഏതെങ്കിലും 2 പെണ്ണുങ്ങളെ കണ്ടാൽ മുടിയും ചെയ്യും, അതിന്റെ പുറകെ പോവുകയും ചെയ്യും. പുള്ളിയുടെ രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നും സംഭവിക്കാൻ പോള. മനസ്സിലായ? നിന്നെ പൊതുജനത്തിന് മുമ്പിട്ടില്ല ഞാൻ വിട്ടിയത്. ചോദിച്ചാരെങ്കിലും നിങ്ങൾ ഇതാ പാചകേറ്റ പുതിയ നിങ്ങളോട് ഞാൻ 10,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എടുത്തയാട്ടോ നിർത്താൻ. നിങ്ങൾ ഇപ്പൊ 6 നെഞ്ചത്തേന്ന് കയറിയിട്ട് ചൊവരയൊക്കെ ആയിട്ട് ഇത് എന്നെ വിഷയം എന്നാന്നോട്ടായത്? എന്നെ കാര്യം എന്നാന്ന് വെച്ചാൽ പറ. എടാ, നമ്മളിവിടെ 60,000 കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി. ചിക്കൻ ബിരിയാണി വെച്ച് കത്തി ഇങ്ങ് മാറ്റി വെക്കുക. കഴിഞ്ഞാണ്ടല്ലോ എത്ര ബിരിയാണി വെച്ചില്ലേ? ഇപ്പൊ സംഘാടകർ വന്നിട്ട് പറയാണ് അവർക്ക് മട്ടൻ ബിരിയാണി വേണം. സംഘാടകരെ നിങ്ങൾ വെട്ടിയോ? ഇല്ലെന്ന്. പിന്നെ ഞാൻ പറഞ്ഞ ആടിനെ കൊണ്ടുപോവാ. ആടിനെ കൊണ്ടുവന്ന് വെട്ടാനായിട്ട് റെഡി ആയപ്പോ ആട് കയറും പോട്ട് ചോടി. ഞാൻ ഓടിച്ചിട്ട് പിടിച്ചിട്ട് നാട്ടുകാർ മുമ്പിട്ട് ഞാൻ വെട്ടി പീസാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബിരിയാണി വെച്ചേക്കണം. ആ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പേടിച്ചു. ഞാൻ ഓർത്തിന് വല്ല പെണ്ണുങ്ങളെ കയറി പിടിച്ചിട്ട് അവര് നിങ്ങളെ തല്ലാൻ ഒരു പിള്ളേം എടുത്തരാ ഒന്ന് ബാത്റൂമിൽ പെട്ടു. ഇപ്പോഴുള്ള സ്ഥിരം പരിപാടിയാണ്. വന്നു കഴിഞ്ഞാൽ പണിയല്ല. അന്നേരം തന്നെ പുള്ളിക്ക് ബാത്റൂമിൽ പോകണം. ഇതൊക്കെയാ പുള്ള പരിപാടി. ഞാനൊരു കാര്യം പറയാം. നമുക്ക് വൈകുന്നേരം ബിരിയാണിയാണോ കൊടുക്കേണ്ടത്? നിനക്ക് അത് കുഴപ്പമില്ല. എന്റെ വിഷയം അതല്ല. ഈ 60,000 പേർക്ക് പണിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഇത് എത്ര ദിവസമായി? ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടി ചെയ്ത്. ഇനി ഞാൻ വരുന്നു. എടാ, എന്തായി? അല്ല, നിങ്ങൾ ഈ ബാത്റൂമിൽ പോയിട്ട് കീറിയാണോ കഴിക്കൊണ്ട് വരുന്നത്? നല്ലൊരു കാര്യത്തിന് വരുമ്പോ കള്ളു കുടിക്കണം. ഞാൻ 10,000 പേര് പാചകം നടത്തണം. ഞാൻ കുടിക്കില്ലടാ. 10,000 പേരുടെ പാചകം നടക്കും. നിങ്ങൾ കുളവാക്കരുത്. ഇല്ലെന്ന്. പുക്കളിന് പുതിയ അടപ്പൊക്കെ പറ്റിയത് പുള്ളി. ഞാനൊരു 10,000 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞത്. നീ നോക്കിക്കേ, ഇത് കുഞ്ഞുങ്ങളിയല്ല എന്റെ പൊന്നു സുഹൃത്തുക്കൾക്ക് യുവജനോത്സവം നടക്കുന്ന വേദിയാണ്. ആശാനെ, നിങ്ങൾ ഇവിടെ വെള്ളം ഒടിച്ചിട്ട് നേടാ. വേണ്ട, വൈകുന്നേരം ബിരിയാണിക്ക് കൊടുക്കേണ്ട ചിക്കൻ ഇതുവരെ എത്തിയിട്ടില്ല. ചമ്മന്തി അരച്ച് കൊടുത്താൽ മതി പിള്ളേർക്ക്. ചിക്കൻ എത്തിയിട്ടില്ല. നിന്നോടാര് പറഞ്ഞു? ഇവിടുത്തെ വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ 2 ആഴ്ച മുമ്പേ തമിഴ്നാട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞു അവര് കോഴിക്കോട് എത്താറായി. വണ്ടിയുടെ ടയർ പഞ്ചറായി. വെയിലത്ത് കിടക്കുക. വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ ആണോ? ഓ ഭാഗ്യം. വെയിലത്ത് കിടന്നത് സാധനം ഫ്രൈ ആയിക്കോളൂ. ഇവിടെ വന്ന പപ്പും കൂടെയും പറിച്ചൊന്ന് ആ കറിക്കകത്തോട്ട് നിൽക്കാൻ മാത്രം മതി. ശ്രദ്ധിക്കുക, ഒരു അറിയിപ്പുണ്ട്. മത്സരാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. 62ാമത് ലൊക്കേഷണൽ കയർ സെക്കൻഡറി മത്സരങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കയർ ഫാക്ടറിയോ? ലൊക്കേഷൻ കയറോ? എന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ലൊക്കേഷനോ? മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പുതിയ അടിപൊളി. നമ്മളെ മനസ്സിലായില്ല. ഞാനിതിന്റെ ഒരു സംഘാടകനാണ്. സംഘാടകൻ കം അനൗൺസർ. അതെ, സംഘാടകൻ ഒരു കാര്യം മനസ്സിലാക്കി. ഇവിടെ വലിയ തീർച്ചയായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. സംഘാടകൻ നിങ്ങൾ സ്റ്റേജിൽ ചെന്ന് സംഘടിക്കൂ. ഞങ്ങളിവിടെ ഞങ്ങളുടെ കാര്യം നടക്കട്ടെ. അയ്യോ, അതല്ല പുതിയ ഞാൻ സമ്മതിച്ചു കേട്ടോ. എനിക്ക് ഈ ചിക്കൻ ബിരിയാണിയുടെ മണം അടിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്തൊരു സ്മെല്ല്. അതായി വണ്ടർഫുൾ. അതെ, അടിപൊളിയല്ലേ? പാചകമൊക്കെ അടിപൊളിയല്ലേ? നല്ല പാചകം. ബ്രേക്ക്ഫാസ്റ്റിന് വെറൈറ്റി നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഒന്ന് പറഞ്ഞോട്ടെ. ശ്രദ്ധിക്കുക, പാചക വിദഗ്ധൻ പുതിയിടം നിങ്ങൾക്കായി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ, മട്ടൺ, ബീഫ്, താറാവ്. തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർ അത് കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താണ്? ഇവിടെ കലാമത്സരമാണോ നടക്കുന്നത് അതോ തീറ്റ മത്സരമാണോ?
ഇത്രയും കാലം കലാമത്സരമായിരുന്നു. ഇനി അങ്ങോട്ട് ഇതൊരു തീറ്റ മത്സരമാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. ഇല്ല, എന്തെങ്കിലും ചോദിച്ചാൽ തോന്നും. അല്ല, ഇച്ചിരി ചിക്കൻ ബിരിയാണി തരുമോ? നിങ്ങൾക്ക് നാണമില്ലോ? നിങ്ങൾ ഇവിടുത്തെ സംഘാടന ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊതി കൊണ്ടാടാ പുതിയിടത്തിന്റെ ബിരിയാണിയുടെ കൊതി, അത്രേ ഉള്ളൂ. ആവശ്യത്തിനുള്ളത് അപ്പുറം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഞാൻ കുറച്ച് കൊടുക്ക്. ആവശ്യത്തിനുള്ളത് 60,000 പേർക്ക് കൊടുക്കേണ്ടതാണ് ബിരിയാണി. കുറച്ച് ബിരിയാണിയാ. കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാം കേട്ടോ. സ്മെല്ല് കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അഭിപ്രായമൊന്നുമില്ല, നല്ല അഭിപ്രായ. മതി. ചിക്കൻ ഇത് കണ്ടില്ല, ചിക്കനാ കഴിച്ചിട്ട് നമസ്കാരം. ഞങ്ങളെ ചാനലിൽ നിന്ന് ക്യാമറ കവർ ചെയ്യാൻ വന്നവരാണ്. നന്നായി ഇപ്പൊ വന്നത്. എന്റെ ചെറുക്കൻ കണ്ടതുകൊണ്ട്. എന്ത് നിങ്ങളുടെ കവറേ അത് നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, എന്താ ചെയ്യാത്തത്? എന്നാ ചെയ്തു. ചന്ദ്ര എന്നെ തിളച്ചായിരുന്നോടാ? ആ പുള്ളിയെ പിടിച്ചാൽ മുക്കട അതിനകത്ത്. 62ാം സംസ്ഥാന കലോത്സവമാണ് നടക്കാൻ പോകുന്നത്. കലോത്സവ വേദിയുടെ കുശിനിപ്പരയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ പ്രശസ്ത പാചകൻ പുരയിടം നമ്മുടെ കൂടെയുണ്ട്. ഉണ്ടായിരുന്ന വിറ്റു. പുതിയിടം നമ്മുടെ കൂടെയുണ്ട്. വിഭവസമൃദ്ധമായ സദ്യയാണ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പഴയിടം വളരെ സമൃദ്ധമായ സദ്യ കൊടുത്തെങ്കിൽ ഇപ്രാവശ്യം പുതിയിടം നോൺ വെജ് ഉൾപ്പെടെ ഭക്ഷണമാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലേ? കുട്ടികളെല്ലാം കഴിക്കാൻ ആകാംക്ഷയോടുകൂടിയിരിക്കുകയാണ്. എന്റെ പുതിയിടത്തിന്റെ ഭക്ഷണം എല്ലാവരും കഴിക്കട്ടെ. മത്സരാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഒരു അറിയിപ്പുണ്ട്. വേദി നമ്പർ 14 മോണോ ആക്ട് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ചെസ് നമ്പർ കിട്ടിയവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരുക. ഒരു രക്ഷിതാവും വിദ്യാർത്ഥിയും വരുന്നുണ്ട്. നമുക്ക് അവരുടെ വിശേഷം ചോദിക്കാം. ഒരു നിമിഷം നിൽക്കണേ. എന്താണ് കുട്ടിയുടെ പേര്? സുമേഷ്. കുട്ടി ഏത് വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്? മോണോയ്ക്ക്. എന്താണ് അതിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം? ഞാൻ പറയാം, ഞാൻ അച്ഛനാണ്. എന്റെ മോനെ എന്നെ ഫസ്റ്റ് കിട്ടും. അവൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പള്ളിയുടെ വാഴക്കുല. പൗലോസ് അമ്പലത്തിൽ പോകത്തില്ല, പള്ളിയിലല്ലേ പോകുള്ളൂ. അതല്ല, അച്ഛന് തെറ്റിപ്പോയതാ. വൈലോപ്പള്ളിയുടെ വാഴക്കുല എന്നാണ്. എന്റെ പൊന്നു, നീ മോണാക്ടിന് മത്സരിക്കാൻ പോലെ നിനക്ക് എ ഗ്രേഡ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. നീ ചിന്തിച്ച് പറ, വൈലോപ്പള്ളിയുടെ എന്നെയാണോ വാഴക്കുല? ഒന്ന് ചിന്തിച്ചേ. അയ്യോ, ഒരുപാട് ചിന്തിച്ച് പേരിൽ പോലും ചിന്തയുള്ള ഒരാളാ ഇത് പറഞ്ഞു തന്നത്. ഡോക്ടറേറ്റ് വരെ കിട്ടിയിട്ടുണ്ടെന്നേ. ഇത് പ്രബന്ധം അവതരിപ്പിച്ചതിന് കിട്ടിയിട്ടുണ്ട്. എന്ത് പ്രബന്ധം അവതരിപ്പിച്ചേന്? മണ്ടരി ബാച്ച് തെങ്ങിനെ എങ്ങനെ രക്ഷപ്പെടുത്താം? എങ്ങനെ രക്ഷപ്പെടുത്താം? എന്റെ പൊന്നും, ഇത് ആരും പ്രതീക്ഷിച്ചില്ല സാധനം. അതിന്റെ മണ്ടാങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. ഇത് നമ്മൾ അറിയണം. അവർ ഈ പ്രബന്ധം അവതരിപ്പിച്ചപ്പോഴല്ലേ സാധാരണ ജനങ്ങൾ അറിയുന്നത്. എന്റെ വീട്ടിൽ 4-5 തെങ്ങുണ്ട്, നീ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. പിന്നെ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക. മത്സരാർത്ഥികൾ മാത്രമല്ല, രക്ഷിതാക്കളും മറ്റ് സ്റ്റാഫുകളും ശ്രദ്ധിക്കുക. ഉച്ചഭക്ഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയിടത്തിന്റെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ചിക്കൻ ബിരിയാണി കഴിക്കുവാനുള്ളവർ ദയവ് ചെയ്ത് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദിക്ക് സമീപത്തുള്ള ഊട്ടുപുരയിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പുതിയിടം എത്ര പ്രാവശ്യം മൈക്കി പറഞ്ഞല്ലേ? വർക്ക് കയറി കൊള്ളും കേട്ടോ. എന്നാണ് ശരി, 2-3 പെമ്പിള്ളേർ നമ്മൾ കൊടുത്ത് അരങ്ങാനൊക്കെ ആയിട്ട് ഇടേ അർക്ക് കയറി കൊണ്ട് അവിടെ വർക്ക് കുറയും. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഭക്ഷണശേഷം വേദികളിൽ മത്സരാർത്ഥികൾ എത്തിച്ചേർന്നിട്ടില്ല. മത്സരാർത്ഥികൾ എത്തിച്ചേർന്നിരിക്കുന്ന വേദികളിൽ ജഡ്ജസ് എത്തിച്ചേർന്നിട്ടില്ല. ജഡ്ജസ് എത്തിച്ചേർന്നിരിക്കുന്ന വേദികളിൽ പ്രേക്ഷകരില്ല. അതുകൊണ്ട് പ്രേക്ഷകരും മത്സരാർത്ഥികളും ജഡ്ജസും എത്രയും പെട്ടെന്ന് വേദികളിൽ എത്തിച്ചേർണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചോണോ. ജഡ്ജസ് എത്തിയിട്ടില്ലെന്നാ ഞാൻ ചെന്നിരിക്കണോന്നാ. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ പറ്റേ എല്ലാ വള്ളിയും കയറി പിടിച്ചോളും. ഇപ്പോൾ കിട്ടിയ വാർത്ത, യുവജനോത്സവ വേദിയിൽ വിളമ്പിയ ആഹാരത്തിൽ വൻ ക്രമക്കേട് സംഭവിച്ചതിനെ തുടർന്ന് പല മത്സരാർത്ഥികളും വേദികളിലേക്ക് ഓടുന്നതിന് പകരം ബാത്റൂമിലേക്ക് ഓടുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, നിർത്ത്. ഇതൊരു പാചകപ്പുരയാണ്, കുശിനിയാണ്. ഞാനൊരു 10,000 ഫുഡ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ കിടന്ന് ഓട്ടംതുള്ളിൽ കളിക്കില്ലേ? ഓട്ടംതുള്ളിൽ 14ാമത്തെ വേദിയിലാണ്. അങ്ങോട്ടില്ല. എടോ, തന്നെയൊക്കെ ബിരിയാണി കാരണം എന്റെ വയറ്റിൽ കിടന്ന തുള്ളുന്നേ. 62ാമത് സംസ്ഥാന കലോത്സവ വേദിയിൽ ഓട്ടത്തുള്ളൽ കളിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഇതാണെങ്കിൽ കഥകളി കളിക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ഊഹിക്കാൻ. അവരിതൊക്കെ അഴിച്ച് കൊട്ടയിൽ അഴിച്ചു വരുമ്പോ സമയം എന്തായാലും ആകും. നിങ്ങൾ എന്താ കാണിക്കണേ? എന്നാ 10-62 കൊല്ലമായിട്ട് നടത്തുന്ന കലോത്സവമല്ലേ? ഇന്നേ വരെ ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അറിയാവോ? നിങ്ങളുടെ കുട്ടികളുടെ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്പീൽ കൊടുക്കാണെങ്കിൽ അത് ഇവിടെയല്ല, അവിടെ കൊണ്ട് കൊടുക്കും. അപ്പീൽ കൊടുക്കാൻ വേണ്ടി പോണതല്ല, പിന്നെ നിന്റെ ഒക്കെ ഫുഡ് കഴിച്ചിട്ട് അപ്പീൽ വേണ്ടി നടക്കുവോ?
ഒന്നാം ദിവസം ഇതാണെങ്കിൽ ബാക്കിയുള്ള 4 ദിവസം എന്താണെന്ന് നമുക്കൊന്ന് ഊഹിക്കാമല്ലോ. അയ്യോ, ചേട്ടാ എല്ലായിടത്തും കൂട്ടി തേണ്ട ഇവിടുത്തെ പാചകം പൊളിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യും? എല്ലാ പ്രാവശ്യവും ചെയ്യണ പോലെ അങ്ങ് വെട്ടി മൂടാ.